നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കടക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ചർച്ചകൾക്കായി AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ഈ മാസം 13-ന് കേരളത്തിലെത്തും. ഈ മാസം അവസാനത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് ആലോചന. വിവരങ്ങൾ നൽകുന്നു ഡി ബിനോയ്. കഴിഞ്ഞ പ്രാവശ്യം 90-ലധികം പേരാണ് കോൺഗ്രസിന്റെ പട്ടികയിൽ മത്സരിച്ചത്. ഇത്തവണയും അത്രയും ആളുകൾ തന്നെ മത്സരരംഗത്തുണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ പകുതിയിലധികം 50% പേരും പുതുമുഖങ്ങളായിരിക്കും. മാത്രവുമല്ല, യുവാക്കൾക്കും ഒപ്പം തന്നെ വനിതകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി മധുസൂദൻ മിസ്ത്രി തന്നെ കേരളത്തിലേക്ക് എത്തുന്നത്. നേരത്തെ മധുസൂദൻ മിസ്ത്രി കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം ഈ ചില തർക്ക വിഷയങ്ങളിലൊക്കെ തന്നെ നിർണായകമായ തീരുമാനങ്ങളെടുത്ത് പ്രതിസന്ധികൾ പരിഹരിച്ചു പോയിരുന്നു. ഇത്തവണയും അദ്ദേഹം എത്തുന്നു. അത് മാത്രവുമല്ല, യുവ നേതാക്കന്മാരുടെ ഒരു നിര തന്നെ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കന്നയ്യ കുമാർ, ഒപ്പം തന്നെ സച്ചിൻ പൈലറ്റ് തുടങ്ങിയ നേതാക്കന്മാരും ഈ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇവർക്കൊക്കെ തന്നെ മേഖല തിരിച്ചുകൊണ്ടുള്ള ഇലക്ഷൻ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് അവരെ കേരളത്തിലേക്ക് വിടുന്നത്. ഒപ്പം DK ശശികുമാറുണ്ട്. ഇങ്ങനെ തുടങ്ങി കേരളത്തിന് പുറത്തുനിന്നുള്ള, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാത്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കന്മാരെ മുഴുവൻ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇലക്ഷൻ പ്രചരണത്തിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ഇപ്പോൾ AICCയുടെ തീരുമാനം. അതനുസരിച്ച് നേതാക്കന്മാരെത്തും. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഓരോ ജില്ലയിലും ഒരു സംസ്ഥാനത്ത് നിന്ന് പുറത്തുള്ള ഒരു നേതാവിന് ചുമതല നൽകും. അത്തരത്തിൽ ആ നേതാവിന്റെ നിയന്ത്രണത്തിൽ ബാക്കിയുള്ള നേതാക്കന്മാർ പ്രവർത്തിക്കുകയും എവിടെയെങ്കിലും നേതാക്കളുടെ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഭാഗത്തിൽ വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിൽ വീഴ്ചകൾ പരിഹരിക്കുന്നതിനുള്ളൊരു നീക്കം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വിപുലമായ തരത്തിലുള്ള ഇലക്ഷൻ പ്രചരണ പരിപാടികളും ഒപ്പം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമൊക്കെയുള്ള വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയുവാൻ. അതേസമയം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഒന്നാം വട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ജനുവരി 20-ാം തന്നെ ഏകദേശം ചർച്ചകൾ പൂർത്തിയാകും. ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നുള്ള ആദ്യ പട്ടികയെക്കുറിച്ചുള്ള വിവരം പുറത്തുവരും എന്നാണ് ഇപ്പോൾ നേതാക്കന്മാർ തന്നെ പറയുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെ വിജയസാധ്യതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക. ഗ്രൂപ്പ് അധിഷ്ഠിതമായുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും ഒഴിവാക്കും. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പാർട്ടിക്ക് വലിയ തരത്തിൽ ദോഷം ഉണ്ടാക്കി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ ഒരു പരാജയത്തിന് കാരണമായത് ഇത്തരത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയമായിരുന്നു. ആ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം വലിയ തരത്തിൽ പരാജയത്തിന് വഴിവെച്ച് ഇത്തവണ ആ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മതപരമായ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ ഒരിക്കലും സ്ഥാനാർത്ഥികളെ നിർണയിക്കത്തില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തരത്തിൽ കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവും. ആ ചർച്ചകൾ നേതൃത്വം തന്നെയാണ് മധുസൂദൻ മിസ്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷന്മാർ ഇങ്ങനെ തുടങ്ങിയ ഒരു പ്രത്യേക സമിതിയുടെ മുന്നിലേക്കായിരിക്കും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുക. അതിൽ KPCC അധ്യക്ഷൻ, ഒപ്പം തന്നെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റുമാർ ഇങ്ങനെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാനൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലുണ്ടാകും. എന്നാൽ സ്ഥാനാർത്ഥികളുടെ ഏകദേശ ധാരണ ആയിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മത്സരരംഗത്തേക്ക് കടക്കുവാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ. അത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില ആളുകൾക്ക് വിജയസാധ്യത നേരത്തെ തന്നെ കൽപ്പിച്ചിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിലും ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും ഒക്കെയാണ്. അവിടെയൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. യുവാക്കൾ മത്സരിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ വേഗത്തിൽ ആക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം MP-മാർ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആരൊക്കെ മത്സരിപ്പിക്കണം അല്ലെങ്കിൽ ആരൊക്കെ മത്സരരംഗത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഇതുവരെയായും ഒരു തരത്തിലുള്ള ചർച്ചകളും നടത്തിയിട്ടില്ല. മുൻ MP-യും ഇപ്പോഴത്തെ MP-മാരായ 5 പേരുടെ പേര് പല പ്രാവശ്യങ്ങളിലായി പല
സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ തന്നെയും ഇവരോടൊന്നും തന്നെ മത്സരരംഗത്തേക്ക് എത്തുവാൻ AICCയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡോ ഒന്നും തന്നെ നിർദ്ദേശം നൽകിയിട്ടില്ല. ചില പേരുകൾ ഉയർന്നു കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും MP മാർ മത്സരരംഗത്തുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെയായും ദേശീയ നേതൃത്വം എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയാൻ കഴിയും. അതേസമയം മധുസൂദൻ മിസ്ത്രി എത്തുന്നതോടുകൂടി തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാവും. അത് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കം KPCCയുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്യും. MS. ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ്. ചർച്ചകൾക്കായിട്ട് AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ഈ മാസം 13 കേരളത്തിലെത്തും. ഈ മാസം അവസാനത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് ആലോചന എന്ന് D. ബിനോയ് റിപ്പോർട്ട് ചെയ്യുന്നു.